ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ വർഷം ഒരുപാട് PSC എക്സാമുകൾ നടക്കുന്നുണ്ട് അല്ലേ? ആ PSC എക്സാമുകൾ തന്നെ യൂണിഫോം മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ തന്നെയാണ് നമ്മുടെ CPO WCPO എന്ന് പറയുന്ന എക്സാം. ഈ വർഷം എന്തുകൊണ്ട് ഈ നടക്കാൻ പോകുന്ന PSC എക്സാമുകൾക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത വർഷങ്ങളിൽ നമ്മുടെ പൊതു തിരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് മുന്നോടിയായിട്ടുള്ള ഈ വർഷം അല്ലെങ്കിൽ ഈ വർഷം നടക്കുന്ന എക്സാമുകളിൽ നിന്ന് പരമാവധി ആളുകളെ നിയമനത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഇനിയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം പ്രതീക്ഷിക്കാം, തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം, ഈ നടക്കാൻ പോകുന്ന എക്സാമുകളിൽ നിന്ന് അത്യാവശ്യം നല്ല നിയമനങ്ങൾ തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്, പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ സാധ്യത തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. നമുക്കറിയാം CPO എന്ന് പറയുന്ന എക്സാം PSC നടത്തുന്ന എക്സാമുകളിൽ അത്യാവശ്യം കട്ട് ഓഫ് കുറഞ്ഞ ഒരു എക്സാം തന്നെയാണ് CPO. പക്ഷേ WCPO അതുപോലെയല്ല. WCPO സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്ന എക്സാമാണ്. അപ്പോൾ അവിടെ കുറച്ച് കട്ട് ഓഫ് കൂടുതലാണ് കമ്പയർഡ് ടു CPO. CPO കമ്പയർ ചെയ്യുമ്പോൾ WCPയുടെ കട്ട് ഓഫ് കുറച്ച് കൂടുതലാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇനി നിങ്ങൾ എങ്ങനെ കൃത്യമായിട്ട്, ചിലപ്പോൾ നിങ്ങൾ പഠനം മുടങ്ങിയവരുണ്ടാവും, അല്ലെങ്കിൽ ആദ്യം പഠിച്ചു തുടങ്ങിയിരുന്നു പക്ഷെ ഇപ്പോൾ പഠനം അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നില്ല, അങ്ങനെയുള്ളവരുണ്ടാവാം. നമുക്കറിയാം നമ്മുടെ എക്സാം ജൂലൈ ലാസ്റ്റ് വീക്കിലാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ ആ ടൈമിനുള്ളിൽ ഈ പഠനം മുടങ്ങിപ്പോയവരും അല്ലെങ്കിൽ പഠനം ആരംഭിക്കാത്തവർക്കുമായിട്ട് അവരെ സഹായിക്കാനായിട്ടാണ് നമ്മളൊരു പുതിയൊരു ടൈം ടേബിൾ, ഒരു 60 ഡേയ്സിൻ്റെ ഒരു ടൈം ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആ ടൈം ടേബിൾ നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മൾ 60 ദിവസത്തെ ടൈം ടേബിളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഈ ടൈം ടേബിൾ പ്രകാരം നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീപ്പായിട്ട് നോക്കുന്നില്ല. നമുക്കറിയാം നമ്മുടെ CPO എക്സാം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക്സിന് 20 മാർക്കുണ്ട്. 20 മാർക്ക്, മലയാളം 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മാത്സ് 10 മാർക്ക്. അപ്പോൾ ടോട്ടൽ 50 മാർക്ക്. ഇതാണ് അതിൻ്റെ കോർ ഏരിയ എന്ന് പറയുന്നത്. ബാക്കി വരുന്ന GK സെക്ഷന് സയൻസിൽ നിന്ന് ആക്ച്വലി 10 മാർക്കുണ്ട്. സയൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രിയും കൂടെ 10 മാർക്കുണ്ട്. ബാക്കി GK എന്ന് പറയുമ്പോൾ അവിടെ ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്ക്, അതേപോലെ എക്കണോമിക്സ് 5 മാർക്ക്, അങ്ങനെയാണ് വരുന്നത്. GK എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് പഠിച്ചു തീർക്കാൻ കുറച്ച് ടൈം വേണം. പക്ഷേ ഈ പറഞ്ഞ ഭാഗങ്ങൾ കൃത്യമായിട്ട് ടൈം എടുത്ത് പഠിച്ച് തീർക്കാൻ പറ്റുന്ന സിലബസാണ്. അപ്പോൾ ഈ പറഞ്ഞതാണ് ഇതിൻ്റെ കോർ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ കോർ ഏരിയ ആദ്യം പഠിച്ചു തീർത്ത ശേഷം പിന്നീട് ബാക്കി GK സെക്ഷൻസ് പഠിച്ചു തീർക്കുക എന്നുള്ള ഒരു പഠന സ്ട്രാറ്റജി ആയിരിക്കണം ഇനി നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. പത്രത്തിൽ ആ കോർ ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു ടൈം ടേബിളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഒരു 60 ഡേയ്സ് കൊണ്ട് നമ്മൾ ഈ ഒരു ടൈം ടേബിൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 60 ദിവസം കൊണ്ട് നിങ്ങളുടെ ടൈം ടേബിളും കംപ്ലീറ്റ് ആവും. സിലബസ് പ്രകാരമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കവറപ്പ് ചെയ്യുകയും ചെയ്യാം. അതേപോലെ അതിൻ്റെ റിവിഷനും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യുകയും ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഈ ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള പഠനത്തിൻ്റെ പ്രത്യേകത. നമ്മൾ ടൈം ടേബിൾ ഇല്ലാത്തൊരു പഠനത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ പഠിക്കാനിരിക്കുന്നു, നമ്മൾ വെറുതെ പഠിക്കാനിരിക്കുന്നു. നമ്മളിപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ആദ്യം കേരള ഹിസ്റ്ററി തന്നെ പഠിക്കാം. കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത് വാസ്റ്റ് ടോപ്പിക്കാണ്. 5 മാർക്കാണ് ഹിസ്റ്ററി, അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്ന 5 മാർക്കാണ്. അതിൽ നമ്മൾ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി പഠിക്കണം. അപ്പം 5 മാർക്കിന് വേണ്ടി അത്രയും പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ സമയമില്ല. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ള ഒരു പഠന സ്ട്രാറ്റജി ആയിരിക്കണം ഇനിയുള്ള ഈ ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അതിന് നിങ്ങളെ സഹായിക്കാനാണ് നമ്മുടെ ഈ ടൈം ടേബിൾ സഹായിക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ ദിവസം നമ്മൾ മാത്സ് മെൻ്റൽ എബിലിറ്റിയിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ദശാംശ സംഖ്യകൾ എന്ന് പറഞ്ഞ ടോപ്പിക്കുകൾ പഠിക്കുന്നു. രണ്ടാമത്തെ ദിവസം നമ്മൾ സയൻസാണ് പഠിക്കുന്നത്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, അത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൻ്റെ ചിലപ്പോൾ നമുക്ക് ആ ദിവസം കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റില്ല, നമ്മൾ മറ്റൊരു ദിവസം കൂടി അതിന് തരും. അടുത്തത് രണ്ടാമത്തെ ദിവസം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ, 8 മാർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ ഭരണഘടന ഇൻട്രൊഡക്ഷനും ആമുഖവും എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നു. ആ ദിവസം തന്നെ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ്, നമ്മുടെ മാറിയ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത നമ്മൾ പഠിക്കുന്നു. ഓക്കെ. പിന്നീട് അടുത്ത ദിവസങ്ങളിൽ രണ്ടാം ദിവസം, മൂന്നാം ദിവസം, ഈ ഓരോ ദിവസവും ഓരോ ടാസ്ക്കാണ്, നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഓരോ ടാസ്കുകളാണ്. മൂന്നാം ദിവസം നിങ്ങൾക്ക് തരുന്ന ടാസ്കുകൾ സയൻസ് ആണ്. അവിടെ ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ. മാത്സ് മെൻ്റൽ എബിലിറ്റി, ലസാഗു ശ്രേണികൾ പഠിച്ചു തീർക്കാൻ പറ്റുന്ന ടോപ്പിക്ക്. പിന്നീട് നമ്മൾ അവിടെ കറണ്ട് അഫേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. കറണ്ട് അഫേഴ്സ് നമുക്ക് 10 മാർക്കാണ്.
സോ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. 4-ാം ദിവസം നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ്. അവിടെ നമ്മൾ പഠിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയാണ്. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റില്ല. ബാക്കി ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്യും. മാക്സിമം നമ്മളൊന്ന് കവറപ്പ് ചെയ്യും. കേരള ഹിസ്റ്ററിയിലെ യൂറോപ്യന്മാരുടെ വരവ് നമ്മൾ നോക്കുന്നു. 5-ാമത്തെ ദിവസം നമ്മൾ ലോകചരിത്രമാണ് നോക്കുന്നത്. ലോകചരിത്രം നമ്മൾ ഇംഗ്ലണ്ടും അമേരിക്കൻ റവല്യൂഷൻസുമാണ് നമ്മൾ അന്ന് പഠിക്കുന്നത്. 6-ാമത്തെ ദിവസം നമ്മൾ കേരള ഹിസ്റ്ററിയിലെ തിരുവിതാംകൂർ ചരിത്രവും സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളുമാണ് നമ്മൾ ഈ 6-ാം ദിവസം പഠിക്കുന്നത്. അപ്പം ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ ടാസ്കുകളായിട്ട് തരികയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ഈ ടാസ്കുകളായിട്ട് തരുന്നത്. അത് നിങ്ങൾ എന്തിനു സഹായിക്കുന്നു? ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് കവറപ്പ് ചെയ്യാനും അല്ലേ, എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിനെ സഹായിക്കുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് കവറപ്പ് ചെയ്യാൻ ഈ ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള പഠനം സഹായിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള പഠനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമ്മൾ 6-ാം ദിവസമായി. 7-ാം ദിവസം എന്ന് പറയാൻ നമ്മളെ സംബന്ധിച്ച് ഒരു റിവിഷൻ ഡേ ആണ്. നമുക്കറിയാം, നമ്മളൊരു കാര്യം പഠിച്ച കാര്യങ്ങൾ പിറ്റേ ദിവസമാണെങ്കിൽ നമ്മൾ മറന്നു പോകും. മറന്നു പോകാതിരിക്കാൻ നമ്മളത് എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യണം. അപ്പോൾ 7-ാം ദിവസം എന്ന് പറയുന്നത് അവിടെ റിവിഷൻ ഡേ ആണ്. അവിടെ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് 7-ാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. ഇത്തരത്തിൽ നീളുന്ന 60 ദിവസം നീളുന്ന ഒരു ടൈം ടേബിളാണ് നമ്മൾ പുതിയ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ ബാച്ചിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ഒരു ബാച്ചാണ് 60 ഡേയ്സിൻ്റെ ഒരു 60 ദിവസത്തെ ബാച്ച് എന്ന് പറയുന്നത്. ആ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ മാത്രം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത. നമുക്ക് ലൈവ് സെക്ഷൻസ്, ഈ ബാച്ചിനോടൊപ്പം തന്നെ ലൈവ് സെക്ഷൻസ്, മോഡൽ എക്സാമുകൾ, വീക്ക്ലി എക്സാമുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഏറ്റവും പുതിയ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഞങ്ങളെ കണക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.